കന്നിമൂലയിലാണ് ഒരു ടോയ്ലറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുണ്ടാകും. വടക്ക് പടിഞ്ഞാറാണ് ഒരു ടോയ്ലറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥയും ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും വീട്ടിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ടോയ്ലറ്റ് വീട്ടിലുണ്ടാക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും ഒന്നും അറിയില്ല. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് ടോയ്ലറ്റുകൾ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഓരോ ബെഡ്റൂമുകൾക്കും ഒരു ടോയ്ലറ്റ്, സെർവൻറ്റിന് ഒരു ടോയ്ലറ്റ്, ഒരു കോമൺ ടോയ്ലറ്റ്, പുറത്തുനിന്ന് എന്തെങ്കിലും ചടങ്ങുകൾക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തു നിന്ന് കുളിച്ചിട്ട് അകത്ത് കയറത്തക്ക രീതിയിൽ വെളിയിൽ നിന്ന് കയറുന്ന ഒരു ടോയ്ലറ്റ്. അങ്ങനെ ടോയ്ലറ്റുകൾ ഒരുപാടാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കുകളും ആ വീടിന്റെ ഓരോ സൗഭാഗ്യങ്ങളാണ്. കന്നിമൂലയിലാണ് ഒരു ടോയ്ലറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുണ്ടാകും. അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറാണ് ഒരു ടോയ്ലറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥയും ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും വീട്ടിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളൊരു പുതിയ വീടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം ടോയ്ലറ്റുകൾ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ 2 നിലയുള്ള ഒരു വീടാണെങ്കിൽ ഗ്രൗണ്ടിൽ നിങ്ങളൊരു ടോയ്ലറ്റ് വെച്ചു, അതേ സ്ഥലത്ത് തന്നെ മുകളിലും ടോയ്ലറ്റ് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് വശത്ത് ഗ്രൗണ്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. വീടിന്റെ മുകളിൽ വന്നപ്പോൾ അതിന്റെ പ്ലാനിൽ വടക്കു പടിഞ്ഞാറാണ് ടോയ്ലറ്റ് വരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 ദിക്കുകൾ മലിനപ്പെട്ടു. കാരണം പടിഞ്ഞാറും മലിനപ്പെടും, വടക്ക് പടിഞ്ഞാറും മലിനപ്പെടും. അതേസമയം താഴെ നിൽക്കുന്ന അതേ ടോയ്ലറ്റിന്റെ മുകളിൽ തന്നെയാണ് പടിഞ്ഞാറ് നിങ്ങൾ ടോയ്ലറ്റ് പണിഞ്ഞിരുന്നെങ്കിലോ ഒരു ദിക്ക് മാത്രമേ മലിനപ്പെട്ടു പോകത്തുള്ളായിരുന്നു. മലിനപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ കുറയും. ആ ദിക്ക് എന്ത് സൗഭാഗ്യമാണോ പറഞ്ഞിരിക്കുന്നത് അത് കുറയും. ഉദാഹരണത്തിന് ഒരു വീടിന്റെ തെക്ക് കിഴക്കെന്ന് പറയുന്നത്, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അത് സമ്പത്തിന്റെ ദിക്കായിട്ടാണ് പരിഗണിക്കുന്നത്. ആ സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിനെ ദോഷകരമായിട്ട് ബാധിക്കും. അടുത്തത് ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ. ഉദാഹരണത്തിന് ഉപയോഗശൂന്യമായ TV, അത് കണക്കിന് സമയം തെറ്റിയ ക്ലോക്ക്, നമ്മുടെ സമയവും മോശമാവും. അതുപോലെ തന്നെ ദിക്ക് മാറിയിരിക്കുന്ന വാട്ടർ സ്രോതസ്സുകൾ, അതായത് അക്വേറിയം. ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് അക്വേറിയത്തിന് ഏറ്റവും കൃത്യമായിട്ട് സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ സ്വീകരണ മുറിയുടെ വടക്കിലാണ്. ആ സ്വീകരണ മുറിയുടെ തെക്കിലാണ് ഒരു അക്വേറിയം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തും. നമ്മുടെ പേരും പ്രസിദ്ധിയും പെരുമയും എല്ലാം അതില്ലാതാക്കും. അപ്പം നല്ല സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ വീട്ടിൽ നിന്നും ഒഴിവാക്കുക. ടോയ്ലറ്റിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചൈനീസ് വാസ്തുകലയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം തന്നെ വീടുകളിൽ വെക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചില ടൂളുകളുണ്ട്. ആ ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ടും അതിന്റെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇത് ഒരു ഡ്രാഗൺ ടർട്ടിലും ടോർട്ടോയിസുമാണ്. ഇത് ഫെങ്ഷുവിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെക്കാം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ വെക്കാം. നോർത്തിലാണെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം തരും, സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. ട്രാവലിംഗ് ബുദ്ധി എന്നാണ് പേര്. പ്രധാന ഡോറിൽ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത കപ്പിൾസിന് അവരുടെ ബെഡ്റൂമിൽ സൗത്ത് വെസ്റ്റിൽ ചിൽഡ്രൻസ് ബുദ്ധ വയ്ക്കുന്നത് നല്ല റിസൾട്ട് കൊണ്ടുതരാനായിട്ട് നല്ലൊരു ടൂളായി ചൈനീസ് വാസ്തുവിലയായ ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.